എന്താണോ എന്നിൽ കണ്ടത്? ചേറ്റിൽ കിടന്നതാമെന്നെ ആ പൊൻകാരം നീട്ടി പിടിച്ചു. ചേറ്റിൽ കിടന്നതാമെന്നെ ആ പൊൻകാരം നീട്ടി പിടിച്ചു. ഇത്രാമെ സ്നേഹിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? ഇത്രാമെ മാനിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? ഇത്രാമെ സ്നേഹിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? ഇത്രാമെ മാനിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? ഇത്രാമെ എന്നെ സ്നേഹിച്ചിടുവാൻ എന്താണ് എന്നിൽ കണ്ടത്? യേശുവേ, ഇത്രാമെ മാനിച്ചിടുവാൻ എന്താണ് എന്നിൽ കണ്ടത്? ഞാൻ ചേറ്റിൽ കിടന്നതാപ്പാ. ഹല്ലേലൂയ. ആ ചേറ്റിൽ തന്നെ വീണ്ടെടുത്തല്ലോ. രാത്രിക്കാരെന്ന് പറയാം, ചേറ്റിലായിരുന്നു. ആ ചേറ്റിൽ നിങ്ങളെ വീണ്ടെടുത്തു. എന്ത് കണ്ടിട്ടാണ് നിങ്ങളെ ഇത്രത്തോളം മാനിച്ചത്, ഇത്രത്തോളം നിങ്ങളെ സ്നേഹിച്ചത്? ഇത് രാത്രികാലം ആ കരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുത്തു. വളരെ ജാഗ്രതയോടും വാഞ്ചയോടും ഇരിക്കുമ്പോൾ തുടർന്നുള്ള സമയങ്ങളിൽ അവയിൽ നമ്മുടെ മനസ്സിലായിരിക്കുന്ന അവയിലെ ആഴ്ചകളായി നമ്മളോടൊപ്പം അവയിൽ കടന്നു വരാൻ കഴിഞ്ഞില്ല. ശുശ്രൂഷകളും കാര്യങ്ങളും ഒക്കെ അവയിലെ ദൈവത്തിന്റെ ദാസനുണ്ടായിരുന്നു. ഇന്ന് രാത്രികാലം നമ്മളോടൊപ്പം ഉണ്ടല്ലോ. തുടർന്നുള്ള അവയിൽ സമയങ്ങൾ അവയിൽ ദൈവത്തിന്റെ വചനമാണ്. പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു. ഞാൻ വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു. ഞാൻ വിശ്വാസനായകനേശുവേ നോക്കി വിശ്രമദേശത്ത് പോകുന്നു. ഞാൻ വിശ്വാസനായകനേശുവേ നോക്കി വിശ്രമദേശത്ത് പോകുന്നു. ഞാൻ നാനാ പരീക്ഷകൾ വേദനകൾ നന്നായിരിക്കുന്നുണ്ടായിടിലും നാനാ പരീക്ഷകൾ വേദനകൾ നന്നായിരിക്കുന്നുണ്ടായിടിലും നാഥനെ ഉള്ളത്തിൽ ധ്യാനിച്ചു എന്റെ ക്ഷീണം മറന്നു പോയിടും. ഞാൻ നാഥനെ ഉള്ളത്തിൽ ധ്യാനിച്ചു എന്റെ ക്ഷീണം പോകുന്നു. ഞാൻ വിശ്വാസ ജീവിതം പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു. ഞാൻ വിശ്വാസനായകനേശുവേ നോക്കി വിശ്രമദേശത്ത് പോകുന്നു. ഞാൻ വിശ്വാസനായകനേശുവേ നോക്കി വിശ്രമദേശത്ത് പോകുന്നു. ഞാൻ ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രാത്രിയിൽ
ഒരുമിച്ച് ദൈവം തന്ന നല്ല കൂട്ടായ്മയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം കടന്നു വന്ന് ഏവർക്കും യേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്ന ശേഷിയാൽ യോഗം നേടിയുന്ന പ്രിയ കർത്താവിന്റെ ദാസൻ സ്തോത്രം ജോസഫാൻ, പ്രിയ കർത്താവിന്റെ ദാസൻ സ്തോത്രം വിശ്വദാസൻ സ്തോത്രം കടന്നു വന്ന ഓരോരുത്തർക്കും മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ ഏവർക്കും യേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. സ്തോത്രം അനുഗ്രഹീതമാകുന്ന ഈ രാത്രി കൂട്ടായ്മയിൽ ദൈവജനം സംസാരിക്കുവാനായിട്ട് സ്തോത്രം അവസരം ലഭിച്ചതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു വാക്യം ദൈവസന്നിധിയിൽ നമുക്ക് വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 36-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 36-ാമത്തെ വാക്യം. കരുണയുള്ള ദൈവമേ, നല്ല പിതാവേ, അനുഗ്രഹീതമാകുന്ന ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, വചനം വായിച്ചിരിക്കുന്നു, വാഴ്ത്തി അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾക്ക് ആവശ്യമാകുന്ന ദൈവീക അരുളപ്പാടുകളെ സ്വർഗത്തിലെ ദൈവവായിച്ചു പെരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രാഗൽഭ്യത്തോടെ സംസാരിക്കാനാണ് എന്നെ ബലപ്പെടുത്തുമാറാകണമേ. കേട്ടുഗ്രഹിക്കുവാൻ കർത്താവെ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കുമാറാകണമേ. ഞങ്ങൾക്ക് ആവശ്യമാകുന്ന ദൈവീക അരുളപ്പാട് ദൈവവചനത്തിന്റെ ആഴങ്ങളിൽ നിന്ന് പറക്കിയെടുക്കുവാൻ ദൈവാത്മാവ് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിച്ചാട്ടെ. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം, സ്തോത്രം. ദൈവത്തിന്റെ തന്നെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മർക്കോസിന്റെ സുവിശേഷത്തിൽ യേശു കർത്താവിനെ കുറിച്ച് തന്റെ ഒരു യാത്രയാണ്, ആ യാത്രയിലെ നടക്കുന്ന സംഭവങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. യേശു പള്ളി പ്രമാണിയായ യായിറോസിന്റെ ഭവനത്തിലേക്ക് കടന്നു പോവുകയാണ്. യായിറോസ് തന്റെ കുഞ്ഞുമകൾക്ക് അത്യാസന്ന നിലയിലായിരുന്നപ്പോൾ അവൾക്ക് വേണ്ടി യേശു കർത്താവിനോട് അപേക്ഷിച്ചു. യേശു കർത്താവ് അവൾക്ക് കൊടുത്ത മറുപടി, ഞാൻ വന്ന് അവളെ സൗഖ്യമാക്കും. യേശു കർത്താവ് യായിറോസിനോട് പറയുകയാണ്, ഞാൻ വന്ന് അവളെ സൗഖ്യമാക്കും. ആ യാത്ര മുൻപോട്ട് പോകുമ്പോൾ ആ യാത്രയിൽ മറ്റൊരു വിഷയവും കൂടെ കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ആ യാത്രയിൽ പള്ളി പ്രമാണിയായ യായിറോസിനോട് പറയുകയാണ്, ഞാൻ വന്ന് സൗഖ്യമാക്കും. യേശു കർത്താവിന്റെ വാക്കാണ്, ഞാൻ വന്ന് സൗഖ്യമാക്കും. അങ്ങനെ ഒരു യാത്ര മുൻപോട്ട് പോവുകയാണ്. ആ യാത്രയിൽ മറ്റൊരു വിടുതൽ അവിടെ സംഭവിക്കുകയാണ്. 12 വർഷം രക്തസ്രാവമുള്ള, പല വൈദ്യന്മാരായി ചികിത്സിച്ചിട്ടും ഒട്ടും ഭേദം വരാത്ത ഒരു വ്യക്തി, ഒരു സഹോദരി, യേശു കർത്താവിനുള്ള വിശ്വാസത്തോടെ യേശു കർത്താവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യമാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് യേശു കർത്താവിന്റെ വസ്ത്രത്തെ തൊടുകയും അവിടെ സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. അപ്പോൾ യേശു കർത്താവ് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വിടുതൽ നൽകണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നാം വിശ്വാസത്തോടെ അവനെ പിൻപറ്റണം. വിശ്വാസത്തോടെ അവനെ പിൻപറ്റുന്നുവെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ അവൻ ദൈവ പ്രവൃത്തി കാണുവാനിടയായിരിക്കും. ഇവിടെ യേശു പോലും അറിഞ്ഞില്ല അവൾ സൗഖ്യമാക്കിയ വിവരം. അവൾ ഇങ്ങനെ ഒരു വിശ്വാസത്തോടുകൂടെയാണ് കടന്നു വരുന്നത് എന്ന് യേശു കർത്താവ് ആ പുരുഷാരത്തിൽ നിന്ന് ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, എന്നെ തൊട്ടത് ആരാണ്? എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. സൗഖ്യമാക്കുന്ന ശക്തി യേശു കർത്താവിനുണ്ടായിരുന്നു. ആ ശക്തി അവൻ പുറപ്പെടുവാൻ ഇടയായിരുന്നു.
അത് തിരിച്ചറിഞ്ഞ യേശു കർത്താവ് ചോദിക്കുകയാണ്, എന്നെ തൊട്ടതാ. ഹല്ലേലൂയ. അപ്പോൾ വിശ്വാസത്തോടെ ഒരുവൻ കടന്നു വന്ന് തൊട്ട് സൗഖ്യമായി എന്ന് യേശു കർത്താവ് മനസ്സിലായി. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ കർത്താവ് വിശ്വാസത്തോടെ നാം അവന്റെ അടുക്കലേക്ക് ചെല്ലുന്ന വ്യക്തികളെ സ്തോത്രം സൗഖ്യമാക്കുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. നമ്മുടെ ഏത് വിഷയമായിരുന്നാലും വിശ്വാസത്തോടെ അവനെ പിൻപറ്റിയാൽ തീർച്ചയായും നമ്മുടെ വിശ്വാസത്തിന്മേൽ ദൈവ പ്രവൃത്തി കാണുവാനിടയായിരുന്നു. ഹല്ലേലൂയ. ഇവിടെ ഒരു വാക്ക് കൊടുത്തിട്ടാണ് യേശു കർത്താവ് ആ പുരുഷാരത്തോട് യായിറോസിന്റെ ഭവനത്തിലേക്ക് പോകുന്നത്. സ്തോത്രം, ഞാൻ വന്ന് സൗഖ്യമാക്കും. ഹല്ലേലൂയ. നമുക്കും യേശു കർത്താവ് പല വാക്കുകള്, വാഗ്ദത്തങ്ങള്, ആലോചനകൾ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ ജീവിത യാത്രയിൽ സ്തോത്രം, നമ്മുടെ വിശ്വാസ ജീവിതത്തെ കുറിച്ച്, നമ്മുടെ ഭാവി സംബന്ധമാകുന്ന വിഷയങ്ങളെ കുറിച്ച്, നമ്മുടെ തലമുറ സംബന്ധമാകുന്ന വിഷയങ്ങളെ കുറിച്ച് ഒക്കെ സ്തോത്രം വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ട്. ആ വാഗ്ദത്തങ്ങളെ നാം മുറുകെ പിടിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ അതിന്റെ പ്രവൃത്തി കാണുവാനിടയായിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ യായിറോസിന്റെ ഭവനത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഒരു വാക്ക് കൊടുത്തിട്ടാണ് യേശു കർത്താവ് പോകുന്നത്. ഞാൻ വന്ന് അവിടെ സൗഖ്യമാക്കും. സ്തോത്രം. പക്ഷേ ആ യാത്രയിൽ സ്തോത്രം പിന്നീട് നടക്കുന്ന സംഭവം 35-ാമത്തെ വാക്യം ഇങ്ങനെ സ്തോത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ യേശു പറഞ്ഞ വാക്ക് ഞാൻ വന്ന് സൗഖ്യം. ഈ വാക്ക് കേട്ടുകൊണ്ടാണ് യായിറോസും യേശു കർത്താവിന്റെ കൂടെ യായിറോസിന്റെ ഭവനത്തിലേക്ക് കടന്നു പോകുന്നത്. യേശു കർത്താവും ആ വാക്ക് നിവർത്തീകരിക്കുവാൻ വേണ്ടിയാണ് യായിറോസിന്റെ ഭവനത്തിലേക്ക് കടന്നു പോകുന്നത്. അങ്ങനെ പോകുന്ന വഴിയിൽ ചില പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ചിലർ കടന്നു വരുവാനിടയായി. വന്നിട്ട് അവരോട് പറയുകയാണ്, ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട, കാരണം അവൻ കുഞ്ഞു മരിച്ചുപോയി. സ്തോത്രം. ആ സമൂഹത്തിന് വളരെ ഒരു ഭാരമായിട്ട് തീരുവാനിടയായി. ഹല്ലേലൂയ. നമ്മുടെ ഈ വിഷയങ്ങൾ യേശു കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് പലപ്പോഴും നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ പല വാർത്തകളും ഇതുപോലെയാണ് നമ്മുടെ കാതുകളിൽ വരുന്നത്. അത് മരിച്ചു, അല്ലെങ്കിൽ അത് കഴിഞ്ഞു പോയി, ഇനി അതിനൊരു മുൻപോട്ടുള്ള യാത്രയില്ല. അങ്ങനെ ചിന്തിക്കുമ്പോൾ യേശു കർത്താവിന് പറയുവാനുള്ളത് സ്തോത്രം, വിശ്വസിക്കാൻ മാത്രം ചെയ്യുക. നമ്മുടെ വിശ്വാസമാണ് ദൈവത്തിന്റെ മുൻപിൽ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് അടിസ്ഥാനമായിരിക്കുന്നത്. പലപ്പോഴും വിശ്വാസത്തിന്റെ അനുഭവങ്ങൾക്ക് എതിരെ പിശാച് പല സാഹചര്യങ്ങളും നമ്മുടെ മുൻപിൽ കൊണ്ടുവരുവാൻ ഇടയായിത്തീരും. ഇവിടെ യായിറോസിന്റെ ഭവനത്തിൽ അവൻ മരിച്ചു എന്നുള്ള വാർത്തയുമായിട്ട് അവന്റെ വിശ്വാസത്തിന് വിരോധമായിട്ട് ചില ആൾക്കാർ വന്ന് പറയുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അവൻ വിശ്വാസത്തോടെ അവൻ മുൻപോട്ട് പോകുന്ന യാത്രയിൽ ആ യാത്രയ്ക്ക് തടസ്സമായി ചില വാർത്തകൾ, നമ്മുടെ വിശ്വാസത്തെ തകർക്കുന്ന വാർത്തകൾ, നമ്മുടെ ജീവിത യാത്രയിലെ സ്തോത്രം നമ്മൾ നിലച്ചിരിക്കുന്ന നമ്മുടെ തലമുറകളെ കുറിച്ച് ചിന്തിച്ചിരിക്കുന്ന വിശ്വാസത്തിന്റെ വാക്കുകൾക്ക് വിരോധമായി പിശാച് അവിടെ നിന്ന് ഇവിടെ നിന്ന് സ്തോത്രം പല വാർത്തകൾ, പല കേൾവികൾ കാതിൽ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ സ്തോത്രം നാം തിരിച്ചറിയണം, ഇത് നമ്മുടെ വാഗ്ദത്തത്തിലേക്ക് അടുക്കാതിരിക്കുവാൻ പിശാചിന്റെ തന്ത്രമാണ്. അതിനെ ജയിക്കുവാനിടയായി തീരണം.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. യേശു അവിടെ ചെയ്തത് ആ വാക്ക് കാര്യമാക്കാതെ, സ്തോത്രം, ഹല്ലേലൂയ, ആ വാക്ക് കാര്യമാക്കി, സ്തോത്രം, ആമേൻ, സ്തോത്രം. അതിനെ അവൻ തഴഞ്ഞു കളഞ്ഞു. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. നമ്മളാണെങ്കിൽ എന്ത് ചെയ്ത്? ഹല്ലേലൂയ, നമ്മളാണെങ്കിൽ ആ വാക്കെടുത്തു വെച്ച് ഏവലാതി പിടിച്ച് അവൻ സ്തോത്രം, ഹല്ലേലൂയ, അവൻ എന്തൊക്കെ അവൻ സ്തോത്രം ചെയ്യാമോ അതൊക്കെ ചെയ്യുമായിരുന്നു. യേശു കർത്താവിന്റെ വാക്കിനെ വിട്ടുകളയുമായിരുന്നു, അല്ലേ? അവൻ സ്തോത്രം. അവൻ ആരാ പറഞ്ഞത്? യേശു കർത്താവ്. യേശു കർത്താവ് ആരാ? അവൻ സ്തോത്രം, സർവശക്തനായ ദൈവം ദേഹരൂപമായി ഭൂമിയിലേക്ക് വന്ന് അവൻ സ്തോത്രം മനുഷ്യനായി, ആമേൻ, സ്തോത്രം, മനുഷ്യനായി തീർന്ന സാക്ഷാൽ ദൈവം. ഹല്ലേലൂയ. ആ ദൈവം പറഞ്ഞ വാക്കിനെ ആമേൻ അവഗണിക്കുന്നത് കൊണ്ടാണ് ആമേൻ വിശ്വാസത്തിൽ പലപ്പോഴും ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ കഴിയാതിരിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ ആമേൻ, സ്തോത്രം, യേശു കർത്താവ് ആ വാക്ക് കാര്യമാക്കിയില്ല. എന്നിട്ട് ആമേൻ, സ്തോത്രം, അവൻ കൂടെ വന്നവരോട്, പള്ളിപ്രമാണിയായ യായിറോസിനോട് പറയുകയാണ്, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഹല്ലേലൂയ, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ആമേൻ, സ്തോത്രം, വിശ്വാസത്തിന് വിരോധമായി ആമേൻ, സ്തോത്രം, എഴുന്നേൽക്കുന്ന വാർത്തകൾ അത് നമുക്ക് കാര്യമാക്കേണ്ട. വിശ്വാസത്തിന് വിരോധമായിട്ട് എഴുന്നേൽക്കുന്ന അവൻ ചില പ്രവർത്തികൾ അവൻ കാര്യമാക്കേണ്ട. ഹല്ലേലൂയ. വിശ്വാസ ജീവിത യാത്രയിൽ അവൻ സ്തോത്രം, ഹല്ലേലൂയ, നമ്മുടെ മുൻപിലേക്ക് കടന്നു വരുന്ന ചില സാഹചര്യങ്ങൾ അവൻ സ്തോത്രം അത് കാര്യമാക്കേണ്ട. അവൻ സ്തോത്രം, ഹല്ലേലൂയ, അവൻ അതിനെ തരണം ചെയ്യുവാൻ ഒരു ദൈവകൃപ അവൻ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു ദൈവശക്തി അവൻ സ്തോത്രം നമുക്ക് വേണ്ടി വ്യാപരിക്കുന്നുണ്ട്. അവൻ സ്തോത്രം, ഹല്ലേലൂയ, അവൻ അത് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ, അത് നമ്മുടെ ജീവിതത്തിൽ അവൻ സ്തോത്രം വർക്ക് ചെയ്തു തുടങ്ങുമ്പോൾ അതിനെ അതിജീവിക്കുവാൻ, അവൻ അവിശ്വാസത്തെ അതിജീവിക്കുവാൻ നമുക്ക് സാധ്യമാക്കി തീരും. ഹല്ലേലൂയ, 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 സ്തോത്രം. പലപ്പോഴും അവിശ്വാസമാണ് വിശ്വാസത്തിന് വിരോധമായിട്ട് അവൻ സ്തോത്രം ശത്രു നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. ദൈവം പറയുന്ന വാക്കുകളെ വിശ്വസിക്കുവാനായിട്ട് തയ്യാറാകുന്നില്ല. സ്തോത്ര, ഏതനിൽ പിശാചും ഇത് തന്നെയാണ് പ്രയോഗിച്ചത്. സ്തോത്ര, അവിശ്വാസത്തിന്റെ വാക്ക്, ദൈവം പറഞ്ഞ വാക്കിനെ അവഗണിച്ചുകൊണ്ട്, ദൈവം പറഞ്ഞ വാക്കിനെ തിരസ്കരിച്ചുകൊണ്ട് സ്തോത്രം പിശാച് പറഞ്ഞ പല വാക്കുകളും വിശ്വസിച്ചതാണ്. ആദാമിനും ഹവ്വായിക്കും സ്തോത്രം ദൈവികമാകുന്ന സംരക്ഷണവും ദൈവികമാകുന്ന സ്നേഹവും നഷ്ടപ്പെടുവാൻ കാരണമായി തീർന്നത്. നമ്മുടെ ജീവിതത്തിൽ സ്തോത്ര, ഹല്ലേലൂയ, 2026 ആരംഭം മുതൽ ചില ആലോചനകൾ, ചില വാഗ്ദത്തങ്ങൾ, ചില ദൈവിക വചനത്തിന്റെ ചില ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം തന്ന സ്തോത്ര ദൈവത്തിന്റെ വാക്കുകളെ നാം അവഗണിച്ചാൽ സ്തോത്ര വിശ്വാസത്തിന്റെ പ്രവൃത്തി നമ്മിൽ കാണുവാൻ പിശാച് അനുവദിക്കുന്നില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ വിശ്വസിക്കാം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്രം ചില വചനങ്ങൾ എടുത്തു വെച്ച് വചനം ചൊല്ലി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം ആ വചനത്തിൽ അങ്ങ് വിശ്വസിക്കാം. ഹല്ലേലൂയ. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോകുകയില്ല. സ്തോത്രം. പക്ഷേ സാഹചര്യം പ്രതികൂലമായി വന്നേക്കാം. സാഹചര്യം പ്രതികൂലമായി വന്നാലും സാഹചര്യത്തിന്റെ നടുവിൽ ഇറങ്ങി വന്ന് നമ്മുടെ മുഖത്തെ ആദരിക്കുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതത്തെ പിശാചുറ്റ നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അവന്റെ വിശ്വാസത്തെ എങ്ങനെ കെടുത്തിക്കളയാം, അവന്റെ വിശ്വാസത്തെ എങ്ങനെ ഇല്ലാതെയാക്കി തീർക്കാം. ആമേൻ. സ്തോത്രം. നമുക്ക് ദാനിയേലിനെ കുറിച്ച് അറിയാം. സാഹചര്യം അവന് വിരോധമായി എഴുന്നേൽക്കുവാനിടയായി തീർന്നു. അവന്റെ പ്രാർത്ഥനയ്ക്ക്, അവന്റെ വിശ്വാസത്തിന്, അവന്റെ ആരാധനയ്ക്ക് അവൻ വിരോധമായി സാഹചര്യം പിശാച് കൊണ്ടുവരുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അവൻ പിശാചിന്റെ മുൻപിൽ തകർന്നു പോയവനല്ല, അവൻ ദൈവഭക്തൻ. അവൻ സ്തോത്രം. അവൻ വിശ്വാസത്തോടെ അവൻ ചെയ്തു വരുന്നത് പോലെ അവൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനിടയായി. അവൻ സ്തോത്രം. ആ പ്രാർത്ഥനയുടെ നടുവിൽ അവൻ സ്വർഗം അവന് വേണ്ടി ഇറങ്ങി വരുവാനിടയായി തീർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ സിംഹത്തിന്റെ കുഴി പോലും അവൻ ഒരുക്കപ്പെട്ടിട്ടും അവൻ സ്തോത്രം ദൈവത്തിന്റെ പ്രവൃത്തി അവിടെയും കാണുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. നമ്മളായിരിക്കുന്ന വിഷയം സ്തോത്രം സിംഹത്തിന്റെ കുഴിയുടെ അനുഭവങ്ങളായിരിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. ഇനി ഒരിക്കലും സ്തോത്രം മുൻപോട്ട് പോകുവാൻ കഴിയാത്ത വിധം സ്തോത്രം മരിച്ചു എന്ന് പറയുന്ന വിഷയമായിരിക്കാം. ഒരു പക്ഷേ നമ്മെ ഭീതിപ്പെടുത്തുന്ന ഇനിയൊരു യാത്രയ്ക്ക് സ്തോത്രം മുൻപോട്ട് പോകുവാനുള്ള വഴികളില്ല എന്ന് ചിന്തിക്കുന്ന ഇടമായിരിക്കാം. എന്നാൽ ഹല്ലേലൂയ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു ശക്തി നമുക്ക് വേണ്ടി ഇന്ന് വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ വഴികളെ നിരപ്പാക്കി, നമ്മുടെ പാതകളെ നമ്മുടെ ഗമനത്തെ സ്ഥിരമാക്കുന്ന ഒരു അദർശ്യ ദൈവത്തിന്റെ കൃപ, അദർശ്യ ദൈവത്തിന്റെ സാന്നിധ്യം, അവന്റെ ശക്തി, ആത്മാവിന്റെ ശക്തി ഇന്ന് നമുക്ക് വേണ്ടി വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചുറ്റും കേൾക്കുന്നത് സ്തോത്രം നമുക്ക് അവഗണിക്കേണ്ടതുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. യേശു കർത്താവ് അവിശ്വാസത്തിന്റെ വാക്കുകൾ വന്നപ്പോൾ ദൈവപ്രവൃത്തിക്ക് കാരണമല്ലാത്ത സ്തോത്രം പിശാചിന്റെ വാക്കുകൾ കടന്നു വന്നപ്പോൾ സ്തോത്രം ചിലർ സ്തോത്രം അവന്റേതാകുന്ന ആ ഉദ്യമത്തിന് വിരോധമായി സംസാരിച്ചപ്പോൾ യേശു കർത്താവ് ആ വാക്ക് കാര്യമാക്കിയില്ല. നമ്മുടെ ജീവിതയാത്രയിൽ സ്തോത്രം ഇതുപോലെ വരുന്ന വാക്കുകളെ നാമും കാര്യമാക്കേണ്ട. ഹല്ലേലൂയ. സ്തോത്രം. പിശാച് നമ്മുടെ അടുത്ത് വന്നിട്ട് നേരെ നിന്നുകൊണ്ട് പറയത്തില്ല. അവൻ പലരെയും ഉപയോഗിച്ചിട്ടാണ് സ്തോത്രം നമ്മോട് സംസാരിക്കുവാനിടയാകുന്നത്. വിശ്വാസത്തിന് വിരോധമായിട്ട് ഒരു പക്ഷേ നമ്മുടെ ഭവനത്തിൽ നിന്നായിരിക്കാം, ഒരു പക്ഷേ നമ്മുടെ കൂടെ സഹകരിക്കുന്നവരായിരിക്കാം, ഒരു പക്ഷേ സ്തോത്രം നമ്മുടെ സ്തോത്രം ദൈവദാസനിലൂടെയോ ഒക്കെ ആയിരിക്കാം. സ്തോത്രം. പിശാച് സ്തോത്രം പറയിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിന് വിരോധമായിട്ട്, സ്തോത്രം നമ്മൾ ചിന്തിച്ചിരിക്കുന്നതിന് വിരോധമായിട്ട്, ദൈവപ്രവൃത്തിക്ക് വിരോധമായിട്ട് സ്തോത്രം ഇനി നടക്കത്തില്ല എന്ന് നമ്മളെ ശീലിപ്പിക്കുന്ന വാക്കുകൾ സ്തോത്രം അത് തിരിച്ചറിഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ ഉറയ്ക്കുക. സ്തോത്രം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാകുന്ന യേശു നമ്മോട് കൂടെയുണ്ട്, അവൻ നമ്മോട് കൂടെയുണ്ട്, അവൻ നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തിന് വിരോധമായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. വാഗ്ദത്തങ്ങൾക്ക് വിരോധമായിട്ട് സ്തോത്രം സംസാരിക്കുന്ന വാക്കുകളെ അവഗണിക്കുക. സ്തോത്രം. ഇസ്രായേൽ സ്തോത്രം കനാൻ ദേശത്തേക്ക് കടന്നു പോകുമ്പോൾ യോശുവയോട് ദൈവം പറഞ്ഞത് ഞാൻ സ്തോത്രം നീ ഉള്ളങ്കാൽ ചവിട്ടുന്ന ദേശമൊക്കെയും നിനക്ക് അവകാശമായി തരും, നിനക്ക് അവകാശമായി തരും. ഹല്ലേലൂയ. മോശയോട് ദൈവം പറഞ്ഞു, അബ്രഹാമിനോട് ദൈവം പറഞ്ഞു സ്തോത്രം നിങ്ങൾ കടന്നു പോകണം, ഞാൻ പാലും തേനും ഒഴുകുന്ന ദേശം നിങ്ങൾക്ക് വേണ്ടി നൽകുവാനിടയായി തീരും. വാഗ്ദത്തം കേട്ട സ്തോത്രം മോശയും സ്തോത്രം ഇസ്രായേൽ ജനവും അത് പിടിച്ചടക്കുവാൻ വേണ്ടി യാത്ര തിരിക്കുമ്പോൾ സ്തോത്രം. ഹല്ലേലൂയ. മോശ ഇസ്രായേലിലെ മൂപ്പന്മാരെ 12 പേരെ സ്തോത്രം കനാൻ ദേശത്തിലേക്ക് അയക്കുവാനിടയായി തീർന്നു. അവർ കടന്നു ചെന്ന് ആ ദേശം ഉറ്റുനോക്കുവാനിടയായി തീർന്നു. അവർ സ്തോത്രം കണ്ടിട്ട് മടങ്ങി വന്ന് 10 പേരും ഒരേ സ്വരത്തിൽ പറയുന്ന വാക്കുണ്ട് സ്തോത്രം അതിനെ നമുക്ക് പിടിച്ചടക്കുവാൻ പ്രയാസമാണ്. സ്തോത്രം. അവർ വലിയ മല്ലന്മാരാണ്. അവരുടെ മുൻപിൽ ഞങ്ങൾ വെട്ടിക്കിളിയെ പോലെ
തോന്നി എന്ന് പറഞ്ഞ് സ്തോത്രം നെഗറ്റീവ് വാർത്തകൾ പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ ജനത്തെ കലക്കിക്കൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം കാലേബും യോശുവയും എഴുന്നേറ്റ് സ്തോത്രം ദൈവത്തോടെ ദൈവത്താൽ നമുക്കതിനെ ജയിക്കുവാൻ സാധിക്കുമെന്ന് വിശ്വാസത്തോടെ പറഞ്ഞപ്പോൾ ദൈവം അവരുടെ കയ്യിൽ അതിനെ ഏൽപ്പിക്കുവാനിടയായിട്ടുണ്ട്. വിശ്വാസത്തോടെ നമ്മുടെ ചിന്തകൾ, നമ്മുടെ വിചാരങ്ങൾ അവിശ്വാസത്തിന് വിരോധമായി വിശ്വാസത്തോടെ പ്രയോഗിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതിന്റെ ദൈവ പ്രവൃത്തികളിലേക്ക് അത് നയിക്കുവാനിടയായിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യോശുവയും കാലേബും പറഞ്ഞു സ്തോത്രം പിതാക്കന്മാർക്ക് വാഗ്ദത്തം ചെയ്ത ദേശം അത് നമുക്ക് കൈവശമാക്കി തീർക്കാം. സ്തോത്രം, ഹല്ലേലൂയ. 10 പേര് പറഞ്ഞ നെഗറ്റീവ് വാചകങ്ങളെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് 2 പേര് ധൈര്യത്തോടെ പറഞ്ഞു സ്തോത്രം, ഹല്ലേലൂയ. നമുക്കത് വിഭാഗിക്കാം, നമുക്കത് പിടിച്ചടക്കാം. ദൈവം നമ്മോട് കൂടെയുണ്ട്, ദൈവം നമ്മോട് കൂടെയുണ്ട്. ഇന്നലകളിൽ ഏറ്റവും വലിയ സൈന്യമായി നിന്ന ഫറവോനെയും അവന്റെ സൈന്യത്തെയും തകർത്ത ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ആ ദൈവം ഇന്ന് നമുക്ക് വേണ്ടി ഇടപെടും. ഇന്ന് നമുക്ക് വേണ്ടി ജീവിക്കുന്നവനാണ്. ഇന്ന് നമുക്ക് വേണ്ടി രാജ്യത്തെ കീഴടക്കുന്നവനാണ്. അവൻ ശക്തനാണ്. ഹല്ലേലൂയ. പിടിച്ചടക്കുവാൻ കഴിയാതെ വ്യാപരിച്ചു നിൽക്കുന്ന ആരാധനയുടെ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ അടിയറവണമേറ്റ് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മെ നോക്കിക്കൊണ്ട് പറയുകയാണ് നീ ജയിക്കത്തില്ല, നീ ജയിക്കത്തില്ല, എന്റെ മുന്നിൽ താളടിയായി തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. കാലേബിനും യോശുവയ്ക്കും വരെ അങ്ങനെ തോന്നിയിരിക്കാം. പക്ഷേ അവരുടെ വിശ്വാസം അവർ പ്രഖ്യാപിച്ചു. അവരുടെ വിശ്വാസം സ്തോത്രം മറ്റുള്ളവരെ പോലെ ആയിരുന്നില്ല. അവരെ യഹോവയിൽ ആശ്രയിച്ചു, അവർ ദൈവത്തിൽ ആശ്രയിച്ചു. അവർ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് സ്തോത്രം ഞങ്ങൾക്ക് കഴിയില്ല, പക്ഷേ ഞങ്ങളുടെ ദൈവം കൂടെയുണ്ട്, അവൻ ഞങ്ങൾക്ക് കാര്യം സാധ്യമാക്കി തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം വിശ്വാസം സംസാരിച്ച യോശുവയുടെ കയ്യിൽ അത് ഏൽപ്പിക്കുവാനിടയായി. യോശുവയോട് പറഞ്ഞു സ്തോത്രം നീ ഉള്ളങ്കാൽ ചവിട്ടുന്ന ദേശം സ്തോത്രം ഞാൻ നിനക്ക് വേണ്ടി തരും. ഹല്ലേലൂയ. നീ ഈ ജനത്തിന്, അവിശ്വാസമുള്ള ഈ ജനത്തിന് സ്തോത്രം ഞങ്ങൾക്ക് പിടിച്ചടക്കാൻ കഴിയത്തില്ല എന്ന് പറയുന്ന ഈ ജനത്തിന് വിഭാഗിച്ചു കൊടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരെ സ്തോത്രം ദൈവം ശക്തമായി ഉപയോഗിക്കും. ഹല്ലേലൂയ. നമ്മുടെ വാഗ്ദത്തങ്ങൾ ഒരുപക്ഷേ നമ്മുടെ സ്തോത്രം മറ്റുള്ളവർ, നമ്മുടെ വീട്ടിലെ സ്തോത്രം മറ്റുള്ളവർ സ്തോത്രം അത് കാണത്തില്ല എന്ന് വെല്ലുവിളിച്ചാലും സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം വിശ്വാസത്തോടെ നാം തയ്യാറാണെങ്കിൽ, വിശ്വാസത്തോടെ നാം ദൈവം മുമ്പാകെ അതിന് പിടിച്ചെടുക്കുവാൻ തയ്യാറാണെങ്കിൽ അത് നമ്മുടെ കരങ്ങളിൽ ദൈവം തരുവാനിടയായി തീരും. അത് നമ്മുടെ കരങ്ങളിൽ ദൈവം തരുവാനിടയായി തീരും. സ്തോത്രം അവിശ്വാസത്തിന്റെ വാക്കുകളെ സ്തോത്രം നാം വിശ്വാസത്താൽ ജയിക്കണം. അവിശ്വാസത്തിന്റെ പ്രവർത്തികളെ നാം വിശ്വാസത്താൽ ജയിക്കണം. സ്തോത്രം പലപ്പോഴും നമ്മുടെ ജീവിതത്തിന് മുൻപിൽ വിശ്വസിക്കുന്ന വിഷയങ്ങളുടെ മുൻപിൽ സ്തോത്രം ചില പ്രവർത്തികളോടെ വെളിപ്പെട്ടു വരുമ്പോൾ വെളിപ്പെടുന്ന ശത്രുവിന്റെ സ്തോത്ര അനുഭവങ്ങളെ വിശ്വാസത്തോടെ നേരിടണം, വിശ്വാസത്തോടെ കാഴ്ചവിട്ടണം, വിശ്വാസത്തോടെ പ്രവർത്തിക്കണം. പറഞ്ഞതുപോലെ സ്തോത്രം എന്നെ കൊണ്ടൊന്നും കഴിയത്തില്ല, പക്ഷേ നിന്നാൽ ഞാൻ പടക്കുണ്ടങ്ങളുടെ നേരെ പാഞ്ഞു ചെല്ലുമെന്ന് ദൈവത്താൽ ഞാൻ
വാതിൽ ചാടി കടക്ക് ഉണ്ടാക്കാൻ പടക്കുട്ടങ്ങളുടെ നേരെ രാജ്യമെന്ന ദൈവത്താൽ വാതിൽ ചാടി കടക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. യഹോവ നമുക്ക് വേണ്ടി ഇടപെടും. സ്തോത്രം. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി, വിശ്വസിക്കുന്ന നമ്മുടെ ചെറിയ കാര്യത്തിന് വേണ്ടി, വിശ്വസിക്കുന്ന നമ്മുടെ വലിയ കാര്യത്തിന് വേണ്ടി, വിശ്വസിക്കുന്ന നമ്മുടെ തലമുറയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അത് വ്യാപരിക്കും, വ്യാപരിക്കും, വ്യാപരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. ചെറിയ കാര്യങ്ങളിൽ വിശ്വാസത്തോടെ സ്തോത്രം നമ്മൾ ചുവട് വെക്കുമ്പോൾ വലിയ കാര്യങ്ങൾ ദൈവം നമ്മുടെ മുൻപിൽ തരുവാനിടയായി. സ്തോത്രം. ദൈവവചനം പറയുന്നു, അല്പത്തിൽ വിശ്വസ്തനായിരുന്നാൽ അധികത്തിൽ വിചാരകനാക്കുന്ന ദൈവം. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസം സ്തോത്രം നാം ചുവടുകൾ വെക്കുമ്പോൾ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കാം, പക്ഷേ അതിനെ വളർത്തുന്ന ഒരു ദൈവമുണ്ട്. സാധാരണമാകുന്ന ദൈവ പ്രവൃത്തികളിലേക്ക് അത് വഴിതിരിയുവാനിടയായി തീരും. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് സ്തോത്ര വിശ്വാസത്തിന്റെ നായകനാണ്. സ്തോത്ര വിശ്വാസം പൂർത്തീകരിക്കുന്നവനാണ്. അതുകൊണ്ട് അവനെ നോക്കിക്കൊണ്ട് വിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളാം. ദൈവവചനം പറയുന്നു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. സ്തോത്രം. വിശ്വാസത്തിന് വിരോധമായിട്ട് വരുന്ന എല്ലാ വാക്കുകളെയും അവഗണിക്കുക. അതിനായി ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമിടുന്നു. ദൈവം നമ്മളെ ധാരാളം വലിയ വിശ്വാസമുണ്ടായിരുന്നു. മുൻപിൽ നിൽക്കുന്നവർ ആരെന്നവരെ അറിയുവാനിടയായിരുന്നു. അതുകൊണ്ടാണ് യേശുവിന്റെ കാൽക്കൽ നിന്നിട്ട് അവൻ പറഞ്ഞത്, ഭവനത്തിലേക്ക് കടന്നു വരണം. എന്റെ തലമുറ മരണത്തോട് മല്ലടിച്ച് ഭവനത്തിലായിരിക്കുന്നു. നീ വന്നവരെ അവളെ തൊട്ടാൽ ഹല്ലേലൂയ അവൾ സൗഖ്യമാകുമെന്ന് എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. ഹല്ലേലൂയ. ആ വിശ്വാസം അവന് വേണ്ടി വലിയ ദൈവപ്രവൃത്തി കാണുവാനിടയായി. അതിലെ മരിച്ചുപോയ കുഞ്ഞിനെ അവന് തിരികെ കെട്ടുവാനായി രാത്രികാലം നമ്മുടെയൊക്കെ വിശ്വാസം വലിയ ആഴമായി മാറും. വലിയ ആഴമായുള്ള വിശ്വാസം. പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, തിരുവറുപ്പുകൾ വരുമ്പോൾ